1912 ഏപ്രിൽ 15 ടൈറ്റാനിക് കടലിൽ മുങ്ങിയ ദിവസം. 122 വർഷങ്ങൾ കടന്നുപോയി. കാലമെത്ര കഴിഞ്ഞാലും ടൈറ്റാനിക്കും അതിന്റെ ദുരന്ത കഥയും എന്നും നമ്മെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ജാക്കിന്റെയും റോസിന്റെയും പ്രണയവും ടൈറ്റാനിക് കപ്പൽ ദുരന്തവും അതിമനോഹരമായി പറഞ്ഞ ടൈറ്റാനിക് സിനിമയും അതിനൊരു കാരണമാണ്. 1909 മാർച്ച് 31 ആരംഭിച്ച ടൈറ്റാനിക്കിന്റെ നിർമ്മാണം പൂർത്തിയാകാൻ 4 വർഷമെടുത്തു. ഏതാണ്ട് $7.5 ദശലക്ഷം ചെലവഴിച്ചാണ് ടൈറ്റാനിക് നിർമ്മിച്ചത്. ഇന്നത്തെ മൂല്യവുമായി താരതമ്യപ്പെടുത്തിയാൽ അത് ഏതാണ്ട് $192 ദശലക്ഷം വരും. 3000 തൊഴിലാളികളാണ് 2 വർഷക്കാലം നിർത്താതെ ജോലി ചെയ്ത് ടൈറ്റാനിക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ദുരന്തം നടന്ന് 1 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ടൈറ്റാനിക്കിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ആളുകൾ താൽപര്യത്തോടെയാണ് ഇന്നും കേൾക്കുന്നത്. ടൈറ്റാനിക്കിന്റെ മുങ്ങലിന് പിന്നിലും ധാരാളം ദുരൂഹതാ സിദ്ധാന്തങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. മഞ്ഞുമലയിൽ ഇടിച്ചാണ് ടൈറ്റാനിക് തകർന്നതെങ്കിലും മുങ്ങാൻ പല കാരണങ്ങളാണ് ആളുകൾ ആരോപിച്ചത്. അതിൽ ഏറ്റവും പ്രശസ്തമായത് ഒരു ഈജിപ്ഷ്യൻ മമ്മിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പണ്ട് ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഒരു പുരോഹിതയുടെ മമ്മി ടൈറ്റാനിക് കപ്പലിന്റെ ഉള്ളിലുണ്ടായിരുന്നത്രേ. ബ്രിട്ടനിലേക്ക് ഈജിപ്തിൽ നിന്ന് എത്തിച്ചതാണ് ഈ മമ്മിയെ. ചില സംഭവങ്ങൾ കാരണം ഈ മമ്മി ബ്രിട്ടനിലെമ്പാടും പ്രശസ്തി നേടി. ദുർശാപങ്ങളുടെ പുരോഹിത, അൺലക്കി മമ്മി എന്നിങ്ങനെ പല പേരുകളിലാണ് ഇതറിയപ്പെട്ടത്. ഒരു സ്ത്രീയുടെ നിഗൂഢമായ മുഖമുള്ള മരപ്പെട്ടിയിൽ ചിറകുകളുള്ള ദൈവങ്ങളും ചിത്രലിപികളും അലങ്കരിച്ചിട്ടുണ്ട്. ഏകദേശം 3000 വർഷങ്ങൾക്ക് ശേഷവും അവയുടെ നിറങ്ങൾക്ക് തിളക്കമൊട്ടും കുറഞ്ഞിട്ടില്ല. അൺലക്കി മമ്മി എന്നറിയപ്പെടുന്ന ഈ ശപിക്കപ്പെട്ട കലാസൃഷ്ടിയുമായി സമ്പർക്കം പുലർത്തിയ പലർക്കും മരണം, രോഗം, പരിക്കുകൾ, ആഴത്തിലുള്ള ദുഃഖം എന്നിവ കൊണ്ടുവന്നതായി പറയപ്പെടുന്നു. ബ്രിട്ടീഷ് മ്യൂസിയത്തിന് സംഭാവന ചെയ്തതിനു ശേഷം അൺലക്കി മമ്മി കൂടുതൽ മരണങ്ങൾക്കും അപകടങ്ങൾക്കും കാരണമായി. രാത്രിയിലെ മുട്ടലുകളും നിലവിളികളും ഞെരക്കങ്ങളും കേട്ടുവെന്നും കഥകളുണ്ട്. അൺലക്കി മമ്മിയുടെ പ്രേതം 2 സ്ത്രീകളുടെ തിരോധാനത്തിന് കാരണമായെന്നും പറയപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ലാതിരുന്ന ഒരു അമേരിക്കക്കാരൻ മമ്മിയെ വിലയ്ക്ക് വാങ്ങുകയും ടൈറ്റാനിക്കിലേറ്റി അത് US കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ മമ്മിയുടെ ശാപം ടൈറ്റാനിക്കിനെയും വെറുതെ വിട്ടില്ല. അത് ദുരന്തത്തിലേക്കാണ് തന്റെ ആദ്യ യാത്ര ചെയ്തത്. ടൈറ്റാനിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള മമ്മിക്കഥ യൂറോപ്പിലും US വളരെ പ്രചാരം നേടിയിരുന്നു അക്കാലത്ത്. എന്നാൽ ഒട്ടേറെ ആളുകൾ വിശ്വസിച്ച ഈ കഥ പടച്ചുവിട്ട കഥയാണെന്നതാണ് വസ്തുത. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഒരു അജ്ഞാത ചരിത്ര വ്യക്തിത്വത്തിന്റെ മമ്മി ഉണ്ടെന്നത് ശരിയാണ്. ആർട്ടിഫാക്ട് 22542 എന്ന നമ്പറിൽ ഇന്നും ആ മമ്മി മ്യൂസിയത്തിൽ കാണാം. എന്നാൽ മമ്മി ഒരിക്കലും ബ്രിട്ടീഷ് മ്യൂസിയം വിട്ടു പോയിട്ടില്ല. വേറെയും നിഗൂഢവാദ കഥകൾ ടൈറ്റാനിക്കിനെ കുറിച്ചുണ്ടായിരുന്നു. ടൈറ്റാനിക് അല്ല യഥാർത്ഥത്തിൽ മുങ്ങിയതെന്നും മറിച്ച് ഒളിമ്പിക്സ് എന്ന മറ്റൊരു കപ്പലായിരുന്നു അതെന്നുമാണ് പ്രചരിച്ച മറ്റൊരു കഥ. ടൈറ്റാനിക് പുറത്തിറങ്ങുന്നതിന് 1 വർഷം മുൻപ് വൈറ്റ് സ്റ്റാർ കമ്പനി കടലിലിറക്കിയ ഒളിമ്പിക് എന്ന കപ്പൽ അക്ഷരാർത്ഥത്തിൽ ടൈറ്റാനിക്കിന്റെ ഇരട്ട തന്നെയായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ഇരു കപ്പലുകളും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനാകുമായിരുന്നില്ല. 1911 കടലിലിറക്കിയ ഒളിമ്പിക്കിന് യാത്രക്കിടയിലുണ്ടായ 2 വലിയ അപകടങ്ങൾ തിരിച്ചടിയായി. അപകടത്തിൽ വൈറ്റ് സ്റ്റാർ കമ്പനിക്ക് ഇൻഷുറൻസ് ലഭിച്ചില്ല. ഒളിമ്പിക്കിന്റെ യന്ത്രത്തകരാറുകളായിരുന്നു അപകടത്തിന് കാരണമെന്ന് പറഞ്ഞായിരുന്നു ഇൻഷുറൻസ് നിഷേധിച്ചത്. അപകടത്തിൽ പെട്ടതും ഇൻഷുറൻസ് തുക നിഷേധിച്ചതും വൈറ്റ് സ്റ്റാർ കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി വളരെ വഷളാക്കി. തുടർന്ന് ഇവർ മറ്റൊരു പദ്ധതിയിട്ടു. മുൻ നിശ്ചയിച്ച പ്രകാരം ടൈറ്റാനിക്കിനെ ഇറക്കാനും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാനും നടത്തിയ ഗൂഢാലോചനയാണ് കപ്പൽ അപകടമെന്നാണ് വാദം. ടൈറ്റാനിക്കിനെ ഒളിമ്പിക്കിന്റെ അതേ മാതൃകയിൽ നിർമ്മിക്കുക, കാര്യമായ ആയുസില്ലാത്ത ഒളിമ്പിക്കിനെ പുത്തൻ കപ്പലായ ടൈറ്റാനിക്കായി ലോകത്തിന് മുന്നിലെത്തിച്ച് ആദ്യ യാത്രയിൽ തന്നെ അപകടം സൃഷ്ടിക്കുക. ഈ അപകടത്തെ തുടർന്ന് ലഭിക്കുന്ന ഇൻഷുറൻസ് തുക ഉപയോഗിച്ച് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാം. പുതിയതായി നിർമ്മിച്ച ടൈറ്റാനിക്കിനെ ഒളിമ്പിക്കിന്റെ രൂപത്തിൽ വീണ്ടും ഉപയോഗിക്കാം. ജീവനക്കാരടക്കം ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്ന 2224 പേരിൽ 1500 പേരും ദുരന്തത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ കപ്പലിൽ ഉണ്ടായിരുന്നവരെ രക്ഷിക്കാമെന്നായിരുന്നു ധാരണ. അപകട സാധ്യത ഏറെയുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് കപ്പൽ തകരുകയും മുൻ നിശ്ചയിച്ച പ്രകാരം മറ്റു കപ്പലുകൾ വന്ന് രക്ഷിക്കുകയുമായിരുന്നു പദ്ധതി. എന്നാൽ ടൈറ്റാനിക് മഞ്ഞുമലയിൽ ഇടിച്ചപ്പോൾ രക്ഷിക്കാനെത്തേണ്ട കപ്പലുകൾ പ്രതീക്ഷിച്ചതിലും ദൂരെയായതും പ്രതീക്ഷിച്ചതിലും വലിയ ഇടിയിൽ ടൈറ്റാനിക്കിന് വലിയ നാശം സംഭവിച്ചതുമാണ് മരണസംഖ്യ ഇത്രയേറെ വർദ്ധിപ്പിച്ചത്.
അപകടം നടക്കുന്നതിന് 1.25 മണിക്കൂർ മുൻപ് ടൈറ്റാനിക് ഇടിച്ച മഞ്ഞുമലയുടെ സ്ഥാനം കാലിഫോർണിയൻ എന്ന കപ്പൽ കൃത്യമായി കൈമാറിയിരുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പ് അവഗണിച്ച് വേഗത കൂട്ടുകയാണ് ടൈറ്റാനിക് ചെയ്തത്. ലോകം കണ്ട ഏറ്റവും വലിയ കപ്പൽ അപകടമായാണ് ടൈറ്റാനിക്കിനുണ്ടായ ദുരന്തത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഒരിക്കലും മുങ്ങാത്ത കപ്പലെന്ന വിശേഷണത്തോടെ നീറ്റിലിറങ്ങി ആദ്യ യാത്രയിൽ തന്നെ മുങ്ങിയ ടൈറ്റാനിക്കിന് ഇനിയും ഒഴിയുന്നില്ല ദുരൂഹതകൾ. If you like our content, please like, share and subscribe. Enable the bell icon to get the next interesting videos notification.